ഹായ് എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് എജ്യുമേറ്റ് പ്രൊഫഷണൽ സർവീസ്. ഞാൻ ജോബിൻ ജോസഫ്. ഓക്കെ, നിലവിൽ എല്ലാവർക്കും ഒരു ചെറിയൊരു സംശയമുള്ള കുറച്ച് ഏരിയ ആയിട്ട് നമുക്ക് സംസാരിച്ച് പോകാം. നിലവിൽ എല്ലാവർക്കും ഒരേ ഡാറ്റ ഫ്ലോ ചെയ്യണമെന്നും ഡാറ്റ ഫ്ലോ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻസിനെ പറ്റിയൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്ത് പോയിട്ടുണ്ട്. എന്നാൽ നിലവിൽ പലർക്കും അറിയാത്ത അല്ലെങ്കിൽ ഇനി അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നിലവിൽ നമ്മൾ ഡാറ്റ ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ഫ്രഷ് കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളുണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾ നിലവിലുള്ള ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് ഡാറ്റ ഫ്ലോ ചെയ്യേണ്ടത്. അതിനുശേഷം എക്സ്പീരിയൻസ് ആയതിനു ശേഷം എന്ത് ചെയ്യുക? ഈ പറയുന്ന എക്സ്പീരിയൻസ് ആഡ് ഓൺ ചെയ്യുക. നിലവിൽ പല വിധത്തിൽ നമുക്ക് ഡാറ്റ ഫ്ലോ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഫ്രഷ് ആയിട്ട് ചെയ്യുന്നത്. രണ്ടാമത് അഡീഷണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയും. അഡീഷണൽ ആയിട്ട് ഇപ്പോൾ നമ്മളെ രജിസ്ട്രേഷൻ റിന്യൂവൽ ആവും, എക്സ്പീരിയൻസുകൾ കൂടും, ഇല്ലെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഓരോ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അഡീഷണൽ ആയിട്ട് വരും. ഇതൊന്നും അല്ലാതെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിലവിൽ ഒരു രാജ്യത്ത് ഒരു ഡാറ്റ ഫ്ലോ ഉള്ള ഒരാൾ മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്ക് നോക്കുമ്പോൾ ഈ ഡാറ്റ ഫ്ലോ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. പുതിയതായിട്ട് ചെയ്യേണ്ട ആവശ്യകതയൊന്നുമില്ല. കുറേ ആളുകൾ ഇത് പുതിയതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേയ്മെൻ്റ് ഒക്കെ നഷ്ടം വരും. അങ്ങനെ ചെയ്യേണ്ട. നിലവിലുള്ള ഡാറ്റ ഫ്ലോ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റ ഫ്ലോയോ അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി, പ്രോമെട്രിക് എന്തോ ആവട്ടെ, എന്തിനെ പറ്റിയുള്ള സംശയങ്ങൾ കോൺടാക്ട് ചെയ്യുക.